നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തക്കാളി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. ടൊമാറ്റോ കുറുമ ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, മുളക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത കടലപ്പരിപ്പ്, 5 ടേബിൾ സ്പൂൺ വെള്ളം. ഇവയെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് മാറ്റിവെക്കാം. കടലപ്പരിപ്പിന് പകരം 8 കശുവണ്ടി കുതിർത്തത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇവ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് തരും. ഇനി കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് കറുവയില ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 ചെറിയ പീസ് കറുവപ്പട്ട, ഒരു ചെറിയ പീസ് ജാതിപത്രി, ഇത് ഓപ്ഷണലാണ്. ഇവയെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇത് അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1/4 കപ്പ് ഉണ്ടായിരുന്നു. 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇതുപോലെ സവോള ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 8 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതും ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവോളയുടെ കളറ് മാറി ഗോൾഡൻ കളറിലേക്ക് വരണം. അതുവരെ വഴറ്റിയെടുക്കാം. അതിന് കുറച്ച് സമയമെടുക്കും കേട്ടോ. ഇതിനു മുൻപ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെയും ചിക്കൻ കുറുമയുടെയും റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കറികളുടെ കുറേ നല്ല റെസിപ്പീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻസ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇവ മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിന് താഴെ വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ഉടച്ചിട്ട് കൊടുക്കാം. നിങ്ങളിതിലേക്ക് ജാതിപത്രി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് എടുത്തു കളയണം. ഇല്ലെങ്കിൽ ജാതിപത്രിയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അടുത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇവ ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇവയും നന്നായി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളിതിലേക്ക് ഉപ്പും മുളകും ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കുറുകി വരുന്നതിന് വേണ്ടി വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ സമയത്തും ഇടയ്ക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളിതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായി വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇവയും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ടേസ്റ്റും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് കൂടെ എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്